പ്രധാനമായിട്ടും ധർമ്മസ്ഥല സുബ്രഹ്മണ്യ റോഡിലെ പാതയ്ക്ക് സൈഡിലായിട്ടുള്ള പ്രദേശത്ത് 3 കേന്ദ്രങ്ങളുണ്ട് ഇത്തരത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട. ഇതുകൂടാതെ വനത്തിനുള്ളിൽ 2 പ്രദേശങ്ങളുണ്ട്. ഇതുകൂടാതെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് മറ്റ് 2 സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളിൽ പരിശോധിക്കാൻ പ്രത്യേക അനുമതി അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ പറ്റൂ. അപ്പോൾ ഈ ഒരു സ്കെൽറ്റൽ റിമൈൻസ് ഇത്ര വലിയൊരു അളവിൽ ഈ ഒരു 500ഓളം സ്ത്രീകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഒരു പുരുഷൻ്റെ അസ്ഥികൂടമാണെന്നാണ് പ്രാഥമിക പരിശോധന, പ്രാഥമിക ഒരു നിരീക്ഷണം അങ്ങനെയാണ്. അത് കൂടുതൽ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് സ്കെൽറ്റൽ റിമൈൻസ് അയച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷമേ ഇത്തരത്തിൽ ഇത് എപ്പോൾ കൊല്ലപ്പെട്ടതാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണത്തിൽ തുടർന്ന് കുഴിച്ചിട്ടതാണോ എന്നൊക്കെ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങൾ സ്വീകരിച്ചു വന്ന ഒരു നിശബ്ദത, അത് പ്രധാനമായിട്ടും ഈ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിനെ കേന്ദ്രീകരിച്ച ഒരു വിഷയമായതുകൊണ്ട് കർണാടകയിലെ മാധ്യമങ്ങൾക്കടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ പരിമിതികളുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ പോലും അത് പറയേണ്ടതുണ്ട്. കാരണം ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേര് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നു എന്നൊരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെഷൻസ് കോടതി ഈ ഒരു മാധ്യമ വിലക്ക് പ്രഖ്യാപിച്ചത്.